എല്ലാവർക്കും മല്ലു എസ്കോബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര ഒരു സീരീസ് പോലെയാണ്. മണാലിയിലേക്കായിരുന്നു ശരിക്കുമുള്ള എൻ്റെ ഒരു യാത്ര. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡൽഹി എത്തുന്നത് കൊണ്ട് തന്നെ ഡൽഹിയിലെ കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനും ആദ്യമായിട്ടായിരുന്നു ആ സ്ഥലങ്ങളെല്ലാം കണ്ടത്. അങ്ങനെ രാവിലെ തന്നെ ട്രിവാൻഡ്രത്തു നിന്നും ഫ്ലൈറ്റിൽ കയറി സൺറൈസൊക്കെ കണ്ട് അങ്ങനെ ഒരു 11 മണിയോടുകൂടി തന്നെ ഡൽഹിയിലെത്തിയപ്പോഴുള്ള ക്ലൈമറ്റ് 8 ഡിഗ്രി ആയിരുന്നു. നല്ല തണുപ്പായിരുന്നു. അത്യാവശ്യം ഞാൻ അത്രയും ഒരു തണുപ്പത്തൊന്നും ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ജാക്കറ്റൊക്കെ മേടിച്ചിടേണ്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ വുഡ് ബി എന്നെ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി നേരെ നോയിഡയിലേക്ക് പോയി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വൈകിട്ടൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ റെഡ് ഫോർട്ടിലേക്ക് പോകാൻ യാത്ര തിരിച്ചു. അപ്പോൾ നമ്മൾ പോകേണ്ട ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നോയിഡയിൽ നിന്ന് ഞാൻ പോയത് കൊണ്ട് തന്നെ സെക്ടർ 15 എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ നമ്മളെത്തി. അവിടെ നമ്മൾ ബ്ലൂ ലൈനിൽ വേണം കയറാൻ. അവിടെ നിന്ന് നമ്മൾ കയറി ഫസ്റ്റ് സ്റ്റോപ്പായ മണ്ടി ഹൗസിൽ ഇറങ്ങണം. എന്നിട്ട് നമ്മൾ അവിടെ നിന്നും നമ്മുടെ വയലറ്റ് ലൈനിലേക്ക് ചേഞ്ച് ചെയ്യണം. അത് പോകുന്നത് നേരെ കാശ്മീരി ഗേറ്റിലേക്കാണ്. ആ കാശ്മീരി ഗേറ്റിൽ പോകുമ്പോൾ തന്നെ ഉള്ളൊരു സ്റ്റോപ്പാണ് നമ്മുടെ ലാൽ കില അല്ലെങ്കിൽ റെഡ് ഫോർട്ട്. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കണ്ട ആ ഒരു റെഡ് ഫോർട്ട് ഫസ്റ്റ് ആ ഒരു നേരിട്ട് കണ്ടപ്പോൾ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഒക്കെയായിരുന്നു. നിങ്ങൾക്ക് ഡൽഹിയിൽ പോകാനൊരു പ്ലാനൊക്കെ ഉണ്ട്, മണാലിയൊക്കെ പോകാനൊരു പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ജാനുവരി ഒരു ഫസ്റ്റ് ഒരു വീക്കാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ആ ഒരു ക്ലൈമറ്റ് ശരിക്കും നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല തണുപ്പൊക്കെ എൻജോയ് ചെയ്യണം, ഈ സ്ഥലങ്ങളൊക്കെ നല്ല ചിൽഡായിട്ടൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാനുവരി ഒരു ഫസ്റ്റ് വീക്ക് ടൈം പീരീഡിൽ പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക. റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ലാൽ കില മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭംഗിയും ശക്തിയും തെളിയിക്കുന്ന ചരിത്ര സ്മാരകമാണ്. ഏകദേശം 200 വർഷത്തോളം ഇത് മുഗൾ ചക്രവർത്തിമാരുടെ രാജധാനിയായി പ്രവർത്തിച്ചിരുന്നു. ഇന്നിത് ഒരു യുനെസ്കോ ലോക പൈതൃക സ്മാരകം കൂടിയാണ്. 1638 ചക്രവർത്തിയായ ഷാജഹാൻ ആഗ്രയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു. ഏകദേശം 10 വർഷമെടുത്താണ് ഇത് പൂർത്തിയായത്. ഈ അത്ഭുതകരമായ നിർമ്മിതി രൂപകൽപ്പന ചെയ്തതും താജ്മഹലിൻ്റെ ശില്പിയായ ഉസ്താദ് അഹമ്മദ് ലാഹൗറിയാണ്. റെഡ് ഫോർട്ടിനുള്ള ഏറ്റവും പ്രത്യേകതയുള്ള ഭാഗമാണ് നെഹർ ഇ ബിഹിഷർ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഒഴുക്ക് എന്ന് അർത്ഥമുള്ള ഈ ജലജാലകം പവലിയനുകളിലൂടെ ഒഴുകി ഡൽഹിയിലെ കടുത്ത ചൂടിൽ പോലും കൊട്ടാരത്തെ തണുപ്പിച്ചിരുന്നു. അതായത് അന്നത്തെ കാലത്ത് ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ റെഡ് ഫോർട്ടിന് ഉള്ളിലുള്ള മറ്റൊരു കാര്യമാണ് ദിവാൻ ഇ ഖാസ്. രാജാവിൻ്റെ സ്വകാര്യ കൂടിക്കാഴ്ചകൾക്കായിരുന്നു ഇത്. ഈ ഹാൾ ഒരിക്കൽ സ്വർണവും രത്നങ്ങളും നിറഞ്ഞ പ്രശസ്തമായ പീകോക്ക് ത്രോൺ വരെ വഹിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഔറംഗസീബിന് സ്വകാര്യമായ ആരാധനയ്ക്കായി നിർമ്മിച്ച മനോഹരമായ വെള്ള മാർബിളിൽ പറഞ്ഞൊരു പള്ളിയും ഇതിനുള്ളിലുണ്ട്. അതാണ് മോത്തി മസ്ജിദ്. സത്യം പറഞ്ഞാൽ ഒരു വൈകുന്നേര സമയമാണ് അവിടെ പോകാൻ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ആ ഒരു സൂര്യ അസ്തമയത്തിൻ്റെ ആ ഒരു ടൈമും നമ്മുടെ ആ സൂര്യൻ്റെ ആ ഒരു കിരണങ്ങൾ ഈ ബിൽഡിങ്ങിൽ ആ ഒരു പതിയുമ്പോൾ ഉള്ള ഒരു സ്വർണ്ണ കളർ പോലുള്ള ഒരു ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഒരുപാട് പക്ഷികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യകാലത്ത് ഈ കോട്ടയുടെ ഭാഗങ്ങൾ ചുവപ്പും വെളുപ്പും ചേർന്നതായിരുന്നു. പിന്നീട് വെളുപ്പ് ഭാഗങ്ങൾ നശിച്ചതിനാൽ ബ്രിട്ടീഷുകാർ അത് ചുവപ്പാക്കി പെയിൻറ് ചെയ്തതാണ്. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് ക്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമായിരുന്നു കണ്ടത്. നിങ്ങൾ പോകുമ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ ക്യൂ ഒന്നും ഇല്ലാതെ അകത്ത് കയറി എന്താണെന്നൊക്കെ ഉള്ളത് കാണാം. ഇപ്പോൾ ഒരുപാട് ബസാറ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ നിന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ ഇന്നും ഓരോ ഓഗസ്റ്റ് 15-ലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ നിന്നാണ് ദേശീയ പതാക ഉയർത്തുന്നത്.
അത് നമ്മളെല്ലാവരും ചിലപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവിടെ നിന്നും ഓപ്പോസിറ്റുള്ള നമ്മുടെ ഫേമസ് ചാന്ദിനി ചൗക്ക് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഇന്ത്യ ഗേറ്റിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ നമ്മൾ ചാന്ദിനി ചൗക്കിൽ നിന്ന് ഇന്ത്യ ഗേറ്റിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ കയറി ഖാൻ മാർക്കറ്റിലേക്കാണ് ഇറങ്ങേണ്ടത്. ഖാൻ മാർക്കറ്റിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഗേറ്റ് നമ്പർ 4 ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് തന്നെ നമുക്ക് നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോകാൻ സാധിക്കും. വൈകുന്നേരം ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ തണുപ്പിൻ്റെ ആ ഒരു കാഠിന്യമൊക്കെ നല്ലതായിട്ട് കൂടിയായിരുന്നു. നമ്മളിപ്പോൾ പോകുമ്പോഴൊക്കെ അത്യാവശ്യം മഫ്ലറും അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു സ്വെറ്ററും അതിന് മുകളിലൊരു ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട് തന്നെ വേണം നടക്കാനായിട്ട്. കാരണം നമ്മുടെ ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ആ ഒരു ക്ലൈമറ്റിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് ചെറിയ തണുപ്പിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ചിലപ്പം അനുഭവപ്പെടാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം വിൻ്റർ വിയേഴ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട് വേണം ഈ ഒരു യാത്ര പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിന് നിയർ ബൈ അത്യാവശ്യം വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നമ്മൾ ആ ഓട്ടോക്കാർ വിടും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പയ്യെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ചില്ല് ചെയ്ത് പോകാൻ പറ്റും. അത്യാവശ്യം വെള്ളവും സ്നാക്സും ഒക്കെ കരുതിയാൽ നമുക്ക് ആ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ ഒരുപാട് സ്പേസ് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ കരുതുക. അത് അത്യാവശ്യം ഡസ്റ്റ്ബിന്നോ കാര്യങ്ങളോ ഒക്കെ കാണുമ്പോൾ അവിടെ തന്നെ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. ആ ടൈമിൽ തന്നെ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നമ്മളെ പോലെ തന്നെ പുറത്തുനിന്ന് വന്നവരും ഡൽഹിയിലുള്ളവരും ഒക്കെ ഈ ഒരു വൈകുന്നേരം എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമ്മൾ ഈ ചാന്ദിനി ചൗക്കിലൊന്നും പോകുന്നവർ നമുക്ക് അങ്ങനെ ഒരു റോബറീസ് കാര്യങ്ങളൊന്നും പേടിക്കേണ്ടതില്ല. കാരണം നമ്മൾ ഇന്ത്യൻ ആർമി അവിടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സേഫ് ആൻഡ് സെക്യൂറായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. പിന്നെ ആ വൈകുന്നേരം ടൈം ആ ഒരു നല്ല ഒരു തണുപ്പ് ക്ലൈമറ്റ്, സത്യം പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഈ ഒരു ടൈം പീരീഡിൽ തന്നെ പോകണമെന്നാണ് ഞാനും പറയുന്നത്. നമ്മൾ കുറച്ചൊക്കെ കുറച്ച് കഴിയുമ്പോൾ തണുപ്പിനോട് ഭയങ്കര യോജിച്ചു പോകും. കാരണം നമ്മൾ പിന്നെ അത് എൻജോയ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ പറഞ്ഞ പോലെ ഈ പൊല്യൂഷൻ്റെ ഭീകരത ഒന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു പ്രത്യേകം ഈ പറയുന്ന ഒരു പൊല്യൂഷൻ്റെ ഒരു പ്രശ്നമോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും എനിക്കങ്ങനെ എഫക്റ്റ് ചെയ്തിരുന്നില്ല. അങ്ങനെ നമ്മൾ ദൂരത്തുനിന്ന് തന്നെ നമുക്ക് ആ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഒരു ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു വ്യൂ നമുക്ക് ദൂരത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. അത് ഭയങ്കര വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിലെ നമ്മൾ ഇന്ത്യ ഗേറ്റ് നമ്മൾ കാണുന്നത് നമ്മളെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂസിലോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇൻഡിപെൻഡൻസ് ഡേയുടെ എന്തെങ്കിലും പ്രോഗ്രാംസിലോ ഒക്കെ ആയിരിക്കും നമ്മൾ കാണാം. പക്ഷെ ആ ഒരു ബിൽഡിങ് ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻ്റ് ഓൾസോ. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഇന്ത്യ ഗേറ്റ്, രാജ്യത്തിനായി ജീവൻ അർപ്പിച്ച ആയിരക്കണക്കിന് സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു മഹത്തായ സ്മാരകം. ഏകദേശം 42 മീറ്റർ ഉയരമുള്ള ഈ സ്മാരകം ബ്രിട്ടീഷ് ശില്പിയായ സർ എഡ്വിൻ ലുട്ടിയൻസ് രൂപകൽപ്പന ചെയ്തതാണ്. 1931 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പ്രഥമ ലോക മഹായുദ്ധത്തിലും 3ാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ച 70,000-ലധികം ഇന്ത്യൻ സൈനികർക്കായി നിർമ്മിച്ചതാണ് ഈ സ്മാരകം. ഈ സ്മാരകത്തിൻ്റെ മതിലുകളിൽ 13,000-ലധികം സൈനികരുടെ പേരുകൾ കൊത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ പ്രധാനമായി കാണേണ്ടത് അമർ ജവാൻ ജ്യോതി, 1971 യുദ്ധത്തിന് ശേഷം സ്ഥാപിച്ച അനശ്വര ജ്വാല. ഇന്ത്യ ഗേറ്റിന് പിന്നിൽ ഒരു കനോപ്പി ഉണ്ട്. ഒരിക്കൽ രാജാവ് ജോർജ് വീന്റെ പ്രതിമ ഉണ്ടായിരുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. കാർത്തവ്യപാതയുടെ ഇരുവശവും ആളുകൾ, കുട്ടികൾ, കുടുംബങ്ങൾ, ചിരികളും സന്തോഷവും ചരിത്രവും ജീവിതവും ഇവിടെ ഒന്നിക്കുന്നു. ഈ ഒരു സ്മാരകത്തിനടുത്തൂടെ ഇങ്ങനെ നടന്ന് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് സേഫായിട്ട് നടക്കുമ്പോൾ
ഒരു കാര്യം വല്ലാതെ ഓർക്കുന്നു. നമ്മൾക്ക് വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി മരിച്ചുപോയ അല്ലെങ്കിൽ ജീവൻ ബലിയർപ്പിച്ച കുറേ സോൾജിയേഴ്സ്, അത് എപ്പോഴും ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അറിയാതെ സല്യൂട്ട് അടിച്ചു പോയി ആ ഒരു മനസ്സിൽ. എന്നിരുന്നാൽ പോലും നമ്മളെപ്പോഴും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും എപ്പോഴും ഉണ്ടാവണം. ഓൾവേസ് ബി പ്രൗഡ് അബൌട്ട് അവർ കൺട്രി. അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു വിശേഷം. പിന്നെ അറിയാലോ, ഇന്ത്യ ഗേറ്റ് ഇതൊരു കല്ലിൽ നിർമ്മിച്ച സ്മാരകമല്ല. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ വീരതയും അഭിമാനവും പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം പോയി കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ ഡൽഹിയിലെ അടുത്ത വിശേഷങ്ങളും അടുത്ത കുറച്ച് സ്ഥലങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും, കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.